ഹലോ, ഇന്ന് നമുക്ക് നോമ്പുതറ വിഭവമായ പഴം നിറച്ചത് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. പഴം നിറയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഞാൻ എങ്ങനെ നിറയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഒരു നാളികേരം ചിരവിതെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിക്കണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ തയ്യാറാക്കേണ്ടത്. നമ്മളൊരു പാൻ വെച്ചിട്ട് നാളികേരമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഏലക്കായപ്പൊടിയും പഞ്ചസാരയും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, മധുരമൊക്കെ വേണേ, പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിളയിച്ചെടുത്ത് അവിടെ വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പഴം ഒന്ന് തൊലി കളഞ്ഞ് വെക്കുക. പഴം ഇതുപോലെ പഴുത്തതെടുത്താൽ മതി. ഇങ്ങനെ കറുത്ത അങ്ങനെ ബ്ലീന്നായ പഴമൊന്നും എടുക്കല്ലേ, അങ്ങനത്തെ പഴം വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ പഴത്തിൻ്റെ നടുക്ക് ഇതേപോലൊരു കട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുറന്ന് പിടിക്കുക കേട്ടോ. പഴം നല്ല ആഴത്തിൽ കട്ട് ചെയ്യല്ലേ, അപ്പോൾ പിന്നെ ഫില്ലിങ് ഇട്ട് കഴിഞ്ഞാൽ അടിക്കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. നമ്മൾ ഇതുപോലെ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ആ നാളികേരം വിളയിച്ച മിക്സില്ലേ, ആ ഫില്ലിങ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. അത്യാവശ്യം ഒരു 2 സ്പൂൺ വരെ നിറയ്ക്കാം. എന്നിട്ട് നമ്മളത് നന്നായി നിറച്ച് വയ്ക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മളത് നന്നായിട്ട് നിറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഓയിലൊക്കെ ചൂടാക്കാൻ വെക്കട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മൈദ ബാറ്റർ ഉണ്ടാക്കണം. മൈദയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഇട്ടാൽ, വെള്ളം അങ്ങനെ ലൂസായിട്ട് വേണ്ട. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാം. അതെന്തിനാ, നമുക്ക് ഈ നിറച്ച ഭാഗത്ത് ഒട്ടിച്ച് വെക്കാനാണേ. അപ്പോൾ അതിങ്ങനെ വെള്ളം മാരി ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ച് പോവും. അത് കാരണമാണ് വെള്ളം പോലെ ചെയ്യാൻ പാടില്ല. കുറച്ച് അങ്ങനെ കട്ടിക്കിരിക്കണം കേട്ടോ ആ മാവ്. എന്നിട്ട് നമ്മളൊന്നുമില്ല, വെളിച്ചെണ്ണയിലോ ഓയിലോ, ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പഴം അങ്ങനെ ഓരോന്ന് നിറച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മക്കളെ. അപ്പം എല്ലാവരും പഴം നിറച്ചത് ഇതുപോലെ തയ്യാറാക്കി കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പം ബൈ.